രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അല്പസമയത്തിനകം പാർലമെന്റിൽ അവതരിപ്പിക്കും. ബജറ്റ് അവതരണത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, 2024 തെരഞ്ഞെടുപ്പ് വർഷമാണ്. അതുകൊണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, നികുതി സ്ലാബിലടക്കം മാറ്റങ്ങൾ വരുമോ എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വലിയ പ്രതീക്ഷകൾ വേണ്ട എന്ന സൂചനകൾ നിർമ്മല സീതാരാമൻ നൽകിയിരുന്നുവെങ്കിലും ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയില്ലേ? തീർച്ചയായും ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കുള്ളൊരു സാധ്യതയാണ് ഇത്തവണത്തെ ഇടക്കാല ബജറ്റിൽ കാണാൻ കഴിയുന്നത്. കാരണം 2019 സമാനമായ തരത്തിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിച്ച തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതായത് PM കിസാൻ നിധി എന്നുള്ള തരത്തിൽ 6000 രൂപ 3 ഗഡുക്കളായിട്ട് കർഷകർക്ക് നൽകുന്ന പദ്ധതി. അത്തരത്തിലുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഇടത്തരക്കാരെയോ അല്ലെങ്കിൽ യുവജനങ്ങളെയോ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴുള്ളത്. വേണമെങ്കിൽ കിസാൻ നിധിയിൽ തന്നെ ഇപ്പോൾ നൽകുന്ന 6000 രൂപ എന്നുള്ളത് ഒരു 8000 രൂപയായോ അല്ലെങ്കിൽ 10000 രൂപയായോ കൂട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. വനിതാ കർഷകർക്കും ചില പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയിലായിരിക്കും സർക്കാർ ഒരുപക്ഷെ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും റെയിൽവേ പോലുള്ള മേഖലകളിൽ ഹൈവേ വികസനം തുടങ്ങിയ മേഖലകളിലൊക്കെ, അതുപോലെ തന്നെ PM ഭവന പദ്ധതി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ നീക്കിയിരിപ്പിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. റെയിൽവേയിൽ പ്രത്യേകിച്ചും ബുള്ളറ്റ് ട്രെയിൻ അടക്കമുള്ള വലിയ പദ്ധതികൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി വരുന്ന ഒരു സാഹചര്യം. വന്ദേ ഭാരത് കൂടുതലായി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ തന്നെ 39 വന്ദേ ഭാരത് വിവിധ റൂട്ടുകളിൽ ഓടുന്നുണ്ടെങ്കിൽ അത് പല സംസ്ഥാനങ്ങളിലേക്കും കൂടെ മാറ്റുക എന്നുള്ളത്, അതുപോലെ മെട്രോ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, കൂടുതൽ നഗരങ്ങളിലേക്ക് മെട്രോ കൊണ്ടുപോകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള പ്രധാന പരിഗണന എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം BJPയുടെ കോർ വോട്ടർ ബേസ് എന്ന് പറയാവുന്ന ഇടത്തരക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം. കഴിഞ്ഞ ബജറ്റിൽ പുതിയൊരു നികുതി ഘടന, ആദായ നികുതി ഘടന പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പല നിക്ഷേപങ്ങൾക്കുമുള്ള ഇളവുകൾ ഇല്ലാതായ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പുതിയ നികുതി ഘടന സ്വീകരിക്കുന്ന ഒരു ആദായ നികുതി നൽകുന്ന ഒരു സാലറി ക്ലാസ്സിലുള്ള ഒരാൾക്ക് ഇൻഷുറൻസിലെ നിക്ഷേപത്തിനോ ഒന്നും തന്നെ വലിയ ഇളവുകളൊന്നും ലഭിക്കുന്നില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇളവുകൾ ലഭ്യമാക്കണം എന്നുള്ളൊരു സാഹചര്യം, പ്രത്യേകിച്ച് 80Cയിലൊക്കെ ഇളവുകൾ നൽകണം എന്നുള്ളൊരാവശ്യം വളരെ സജീവമായി തന്നെ ഉണ്ട്. പിന്നെ ഉള്ളത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 എന്നുള്ളതാണ്. 2018 ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നുള്ളൊരു സംവിധാനം തുടങ്ങുന്നത്. 40,000 രൂപയായിരുന്നു. അത് പിന്നീട് 50,000 രൂപയായി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. 50,000 രൂപയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത് 1,00,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ നിങ്ങളുടെ ശമ്പളവുമായി ചേർത്തുകൊണ്ട് ഒരു തുക നിശ്ചയിക്കുക എന്നുള്ളൊരു 10%. ഇപ്പം അമേരിക്കയിലെ ഫ്രാൻസിലൊക്കെ ആണെങ്കിൽ 10% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിങ്ങളുടെ ശമ്പളത്തിൻ്റെ. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംവിധാനത്തിന് സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ സ്ലാബിന്റെ കാര്യത്തിൽ ഇപ്പോൾ 2,50,000 രൂപ ഇൻകം ടാക്സിന്റെ സ്ലാബ് ഇടക്കാല ബജറ്റ് വന്ന സമയത്ത് അന്ന് BJP നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയം നേരിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. വലിയ ആത്മവിശ്വാസത്തിലാണ് പാർട്ടിയുള്ളത്. അന്ന് 5 ലക്ഷം വരെ വരുമാന പരിധി ഉള്ളവർക്ക് നികുതി വേണ്ട എന്ന വലിയൊരു തീരുമാനം കൈക്കൊണ്ടു. പക്ഷേ ഇത്തവണ അതിന്റെ ഒരു അത്രയ്ക്കധികം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് BJP NDA സർക്കാർ നിൽക്കുന്നത്. ആര്യ, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ തീരുമാനത്തിൽ മാത്രം നിൽക്കുന്നതല്ല. ഒരുപക്ഷെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രീതിപ്പെടുത്തുക എന്നുള്ളത് സർക്കാരിന് ആവശ്യമാണ്. ഇപ്പോൾ ഒരു രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വിഷയം മാത്രമാണ്. പക്ഷേ ഒരു രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ച് കൊണ്ടുപോകണമെങ്കിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ, അവരുടെ പരിപാടികൾ, ഇതിലൊക്കെ ആകർഷകമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവണം. ഇതിനു വേണ്ടിയാണ് ബജറ്റിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഈ പറയുന്ന നമ്മളിപ്പോൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ തന്നെ ഒരുപക്ഷെ ഇന്ധന വില വലിയ തോതിൽ കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ ഇന്ന് തയ്യാറാവുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റം ചെറുതായിരിക്കില്ല. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് വന്ന വാർത്തകൾ, അന്താരാഷ്ട്ര ക്രൂഡിൻ്റെ വില $80 ഒരു വീപ്പയ്ക്ക് എന്നുള്ള തരത്തിൽ കുറഞ്ഞിരിക്കുന്ന, ഒരു ബാരലിന് കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ 1 ലിറ്റർ ഇന്ധനം വിൽക്കുമ്പോൾ ലഭിക്കുന്നവ ഏകദേശം 11 രൂപയുടെ ലാഭമാണ്. ഇത് ഉപഭോക്താക്കളിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് കൈമാറുക എന്നുള്ള തരത്തിലേക്ക് ഒരു
ഒരു നികുതി ഘടനയിൽ പുനഃക്രമീകരണത്തിന് സർക്കാർ തയ്യാറാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പോഴത്തെ ഇന്ധനവില വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കെല്ലാം അറിയാം, ഇന്ധനവില വലിയ തോതിൽ കൂടിയപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ധനവില കുറയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതേസമയം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇന്ധനവില കുറയ്ക്കാനും തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളും സ്ത്രീകൾക്ക് പലതരത്തിലുള്ള സൗജന്യ ഇളവുകളൊക്കെ പ്രത്യേകിച്ച് കർണാടകയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ തരത്തിൽ സ്ത്രീകൾ ഇന്നലെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലും അത് പറയുന്നുണ്ടായിരുന്നു, നാരി ശക്തിക്കായിരിക്കും ഊന്നൽ കൊടുക്കുക എന്ന്. സ്ത്രീകൾക്ക് എന്തൊക്കെ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് കൂടി അറിയേണ്ടതുണ്ട്.